വിക്കറ്റിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ ആരംഭിക്കുകയാണ്. ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഇവിടെ എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ ചടങ്ങുകൾ ആരംഭിക്കും. ഹലോ നാം ഏവരുടെയും പ്രിയങ്കരനും ബഹുമാന്യനുമായ തെന്നല സാറിൻ്റെ വേർപാടിൻ്റെ 1-ാം വാർഷികമാണ് ഇന്ന് നമ്മൾ ലളിതമാണെങ്കിലും സമുചിതമായിട്ട് ഇവിടെ ആചരിക്കുന്നത്. തെന്നല സാറിനെ കുറിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരോട് ഞാൻ സംസാരിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും ഉദാഹരണമായിരുന്നു അദ്ദേഹം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. KPCCയുടെ പ്രസിഡന്റായി വളരെ സുദീർഘമായ സേവനം ചെയ്ത അദ്ദേഹം കോൺഗ്രസിൻ്റെ എല്ലാ തലങ്ങളിലും പ്രവർത്തിച്ച് പരിചയ സമ്പത്തുള്ളൊരു നേതാവാണ്. അദ്ദേഹം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു, ബ്ലോക്ക് പ്രസിഡന്റായും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായും KPCC ഭാരവാഹിയായും MLA ആയും
രാജ്യസഭാ അംഗമായും എല്ലാം പ്രവർത്തിച്ച കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ഏറ്റവും സ്വീകാര്യതയുള്ള സുസമ്മതനായ ഒരു നേതാവായിരുന്നു. തർക്ക വിഷയങ്ങളിൽ അദ്ദേഹം മധ്യസ്ഥനായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന് കേരള പൊതുസമൂഹം വലിയ ആദരവോടെയാണ് അദ്ദേഹത്തെ കണ്ടതും സ്വീകരിച്ചതും. അദ്ദേഹത്തിൻ്റെ വേർപാട് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് സംഭവിച്ചത് എങ്കിൽ പോലും നമുക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല സാറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ശിരസമിക്കുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ വേദനയിൽ പങ്കുചേരുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി സമുചിതമായ യാത്രയപ്പാണ് അദ്ദേഹത്തിന് എല്ലാ കാലത്തും അന്ന് നമ്മൾ നൽകിയത്. ബഹുമാനായ രാഹുൽജി പോലും അവിടെ എത്തി, ആ വീട്ടിലെത്തി അനുശോചനം അറിയിച്ചു എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനെ ക്ഷണിക്കുന്നു. തെന്നല സാറ് നമ്മളെ വിട്ടുപോയിട്ട് 1 വർഷം തികയുക. എല്ലാ കോൺഗ്രസ്സുകാരുടെയും മനസ്സിൽ നമ്മുടെ തറവാടിൻ്റെ കാരണവരായി നമ്മളെല്ലാം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരാളാണ് തെന്നല സാർ. പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി, പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ വേണ്ടി തൻ്റേതായ ശൈലിയിൽ എല്ലാ കാലത്തും ഇടപെട്ടിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. പ്രശ്നപരിഹാരത്തിന് തെന്നല എന്ന് പറയുന്നത് ഒരു ഫോർമുല തന്നെ ഒരു കാലത്ത് കോൺഗ്രസിലുണ്ടായി. സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ, തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹാരത്തിന് ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള എല്ലാവർക്കും സമ്മതനായ ഒരാൾ. കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് പ്രശ്നങ്ങളെല്ലാം കൊടികുത്തി വാണ നാളുകളിൽ പോലും എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആളുകൾ ഒരുപോലെ അംഗീകരിച്ചിരുന്ന, ഒരുപോലെ ഇഷ്ടപ്പെട്ടിരുന്ന, ഒരുപോലെ സ്നേഹിച്ചിരുന്ന ഒരാൾ. എല്ലാവർക്കും നീതി കിട്ടും എന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിൽ നിന്നുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാവരെയും ചേർത്ത് പിടിച്ചിരുന്നു. ചെറിയ തലമുറയിൽപ്പെട്ട ഞങ്ങളെയെല്ലാം ആ കാലഘട്ടത്തിൽ ഞങ്ങളോടെല്ലാം വ്യക്തിപരമായ ബന്ധവും സ്നേഹവും വാത്സല്യവും പകർന്നു തന്നിരുന്നു. എപ്പോഴും നമുക്ക് ഓർക്കാൻ കഴിയുക, ഉപദേശങ്ങൾ തേടി നമ്മൾ എത്തുന്ന ഒരു കാരണവരായിട്ട് തന്നെയാണ്. 2001 വലിയ ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിൽ വന്ന ദിവസം പല കാരണങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടി വന്നു. ഒരു ഏല പൊഴിയുന്ന ശബ്ദം പോലും കേൾപ്പിക്കാതെയാണ് അദ്ദേഹം ആ സ്ഥാനത്ത് നിന്നും മാറിയത്. ആ പുഞ്ചിരി അപ്പോഴും ആ മുഖത്ത് നിലനിന്നിരുന്നു. ഇനി എന്ത് സംഘർഷങ്ങൾ മനസ്സിലുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ പാർട്ടിയുടെ തീരുമാനങ്ങൾ എപ്പോഴും അനുസരിച്ചു പോയിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. എല്ലാവരും, അദ്ദേഹം ഒരു മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറി വിശ്രമിക്കുന്ന സമയത്ത് പോലും നമ്മളെല്ലാവരും ആദരവോടുകൂടി കണ്ടിരുന്ന, ബഹുമാനത്തോടു കൂടി സമീപിച്ചിരുന്ന, ഉപദേശങ്ങൾ തേടി പോയിരുന്ന, അനുഗ്രഹങ്ങൾ തേടി, വാത്സല്യം തേടി പോയിരുന്ന ഒരാളായിരുന്നു. ആ ഒരു വേർപാട് നമ്മുടെ തറവാട്ടിലെ ഒരു കാരണവരുടെ അഭാവമാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ കോൺഗ്രസിലെ അനുനയത്തിൻ്റെ പര്യായമായിരുന്നു തെന്നല സാർ. ആരോടും പരിഭവമില്ലാതെ, ആരോടും വിദ്വേഷമില്ലാതെ പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ നേതൃത്വം കൊടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹം മുന്നിലായിരുന്നു. എല്ലാ നിർണായകമായ കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ നേതൃത്വം എല്ലാവരും അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത. കലുഷിതമായ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു നേതൃത്വമായി തെന്നല സാറ് ഉയർന്നു വന്നു എന്നുള്ളതാണ് സത്യം. അന്തരിച്ച CM സ്റ്റീഫൻ്റെ അനുഗ്രഹാശിസ്സുകളോടെയാണ് തെന്നല സാർ രാഷ്ട്രീയ രംഗത്തേക്ക് കൊല്ലത്ത് കടന്നു വരികയും വളർന്നു വരികയും പന്തലിക്കുകയും ചെയ്തത്. ആ രാഷ്ട്രീയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കേരളത്തിലെ കോൺഗ്രസിന് ധീരമായ നേതൃത്വം കൊടുക്കുവാൻ എന്നും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. പക്ഷങ്ങളില്ലാതെ, വേർവ്യത്യാസമില്ലാതെ എല്ലാ പ്രവർത്തകരെയും ചേർത്ത് നിർത്തുന്ന ഉന്നതമായ ജനാധിപത്യ പാരമ്പര്യവും കോൺഗ്രസ് സംസ്കാരവും ഉയർത്തിപ്പിടിച്ച
തെന്നല സാറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. Former Rajya Sabha MP or KPCC President. He is in our heart as a loyal, strong, composed congressman. He is the most genuine, good heart. When he was in power as KPCC President, we got 101 seat. But when he was replaced, tears came in his eyes. But he stood with the party, being a loyal Congress soldier. We are remembering a loyal Congress soldier today. He will be in our heart and in our prayer. Thank you. കേരള രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത ഒരു വ്യക്തിത്വമാണ് ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള സാർ. അദ്ദേഹം അന്തരിച്ചിട്ട് ഇന്ന് 1 വർഷം തികയുകയാണ്. അദ്ദേഹത്തിൻ്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള സാർ കാണിച്ചു തന്ന മാർഗത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അദ്ദേഹം വാർഡ് പ്രസിഡന്റിൽ നിന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ പദവിയിലേക്ക് പടിപടിയായി എത്തിച്ചേർന്ന നേതാവാണ്. സാധാരണക്കാരായ പ്രവർത്തകരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പാർട്ടിയുടെ വിജയത്തിനു വേണ്ടി തൻ്റെ കിടപ്പാടം പോലും, തനിക്ക് ലഭിച്ച സ്വത്തുക്കൾ പോലും എഴുതി വിറ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തനം നടത്തിയ ഏറ്റവും മാതൃകാ പുരുഷനായിരുന്നു ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള സാർ എന്ന് ഈ അവസരത്തിൽ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ജനിച്ചു വളർന്ന ശൂരനാട് തെന്നല ഭവനം, അത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു അത്താണിയായിരുന്നു. അദ്ദേഹം കൊല്ലം ജില്ലയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളർത്തി വലുതാക്കുവാൻ, പ്രത്യേകിച്ചും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അതിശക്തമായ വേരോട്ടമുണ്ടായിരുന്ന കൊല്ലം ജില്ലയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ അവിടെ അതിശക്തമായി വളർത്തിക്കൊണ്ടുവരാൻ ത്യാഗപൂർണമായ പ്രവർത്തനം നടത്തിയ നേതാവാണ് അദ്ദേഹം. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച CM സ്റ്റീവന്റെ അനുഗ്രഹ ആശംസകളോടുകൂടി കൊല്ലം ജില്ലയാകമാനം ഓടി നടന്ന് പ്രവർത്തിച്ച് പാർട്ടിക്ക് കരുത്തു പകർന്ന നേതാവാണ് ശ്രീ തെന്നല ബാലകൃഷ്ണൻ. ഞാൻ 1989 അടൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ എൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം. തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹമായിരുന്നു ചെയർമാൻ. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം അദ്ദേഹത്തെ വീണ്ടും KPCC പ്രസിഡന്റായി നിയമിക്കുമ്പോൾ ആ കമ്മിറ്റിയിൽ 3 ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. 3 ജനറൽ സെക്രട്ടറിമാരൊരാളായി പ്രവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ വാത്സല്യങ്ങളും അതുപോലെ തന്നെ വഴക്കും അതുപോലെ തന്നെ എല്ലാം ഏറ്റുവാങ്ങാൻ അവസരം ലഭിച്ച ഒരാളാണ്. രാജ്യസഭാംഗമായിരുന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഡൽഹി പോകാനും അതോടൊപ്പം തന്നെ ഒരുമിച്ച് യാത്ര ചെയ്യാനും ഒക്കെ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചു. തെന്നല സാർ നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട് 1 വർഷം കഴിയുന്നു എന്ന് ഇന്നാണ് നമുക്ക് ഒരു പ്രത്യേകിച്ച് അദ്ദേഹത്തെ ഓർമ്മിക്കുമ്പോൾ ആ ദുഃഖസ്മരണ വീണ്ടും നമ്മളായി പറക്കുന്നത്. ഇവിടെ തറവാട്ടിലെ കാരണവരായി ഇതുപോലൊരു സൗമ്യ സാന്നിധ്യം കോൺഗ്രസ് നേതൃത്വത്തിൽ തെന്നല സാറിൻ്റേതുപോലെ മറ്റാരുടേതും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തോടൊപ്പം KPCCയുടെ ഭാരവാഹിയായി പ്രവർത്തിക്കാൻ കിട്ടിയിട്ടുള്ള അവസരങ്ങൾ ഞാൻ ഓർക്കുകയാണ്. നീതിപൂർവമായി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് നേതാക്കന്മാരുടെ മുഖം നോക്കി ചേരി നോക്കി തീരുമാനമെടുക്കുന്ന ഒരു സമ്പ്രദായം അദ്ദേഹത്തിനില്ല. ഒരു സംഭവം മാത്രം അദ്ദേഹത്തിൻ്റെ നീതിബോധത്തിന് ഞാൻ ഉദാഹരണമായി ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. ഇരിഞ്ഞാലക്കുടയിൽ നിന്നൊരു സംഘടനാ പ്രശ്നം വന്നപ്പോൾ അന്ന് ഞാനും K മുരളീധരനും ഭാരവാഹികളാണ്. അദ്ദേഹം ഞങ്ങളോട് ആലോചിച്ച് പറഞ്ഞു, നീതിയാണ് നടപ്പിലാക്കേണ്ടതെങ്കിൽ ഏത് ഭാഗത്തിനാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യത്തിനാണ് അംഗീകാരം കൊടുക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഉടൻ തന്നെ ഞങ്ങളോട് പറഞ്ഞു, അവിടെ നിന്ന് വിളി വന്നില്ലെങ്കിൽ നമുക്കിത് ചെയ്യാം. അവിടെ നിന്ന് എന്ന് പറഞ്ഞത് ലീഡറുടെ വിളിയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ലീഡറുടെ വിളി വന്നപ്പോൾ അദ്ദേഹം ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, ഇത് നമുക്ക് നടപ്പിലാക്കാം. അപ്പം ഞങ്ങൾ ചോദിച്ചു, നീതി, അതാണ് നീതി എന്നിപ്പോൾ തൽക്കാലം തീരുമാനിച്ചാൽ മതി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുരഞ്ജനത്തിൻ്റെ ഒരു മാർഗം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞതുപോലെ തെന്നല കമ്മിറ്റി ഏത് പ്രശ്നത്തിനും പരിഹാരം തെന്നല കമ്മിറ്റിയായിരുന്നു.
എല്ലാവർക്കും സ്വീകാര്യനായ ഒരു വ്യക്തി, യാതൊരു ജാടയും യാതൊരു അഹങ്കാരവും ഇല്ലാതെ എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു സമഭാവന. അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്ക് നഷ്ടമാണ്, നമ്മുടെ പാർട്ടിക്കൊരു നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ആ സ്മരണകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കും.